എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് പ്രഭാതത്തിൽ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തുന്ന ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 24-ാം വാക്യം. നീ കിടപ്പാൻ പോകുമ്പോൾ നിനക്ക് പേടിയുണ്ടാകില്ല, കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖമായിരിക്കും. സദൃശവാക്യത്തിൽ 2 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. 3-ാം അധ്യായം 24-ാം വാക്യം, 25-ാം വാക്യം. ഇവിടെ നാം കാണുന്നത് കിടപ്പാൻ പോകുന്ന ഒരു വ്യക്തിയെ പറ്റി, അവന് സുഖമായി ഉറക്കം നൽകുന്ന അവസ്ഥയെ പറ്റിയാണ് നമ്മൾ വായിച്ചത്. എല്ലാ മനുഷ്യന്റെയും ആഗ്രഹമാണ് നന്നായി ഉറങ്ങുക എന്നുള്ളത്. ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവർക്കൊക്കെ ഉറക്കം മസ്റ്റാണ്. ഉറങ്ങിയാലേ അവരുടെ ആ ജീവിതം, ശരീരത്തിന്റെ അവസ്ഥകൾ സന്തുലിതമായി പോവുകയുള്ളൂ. എന്നാൽ പലപ്പോഴും മനുഷ്യൻ പിൽസിലൊക്കെ ആശ്രയിക്കുന്നുണ്ട്. കാരണം ഒന്ന്, അവന്റെ ജീവിത സാഹചര്യങ്ങൾ അവനെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ അവന് ഉറക്കം നഷ്ടപ്പെടുന്നു. 2, അവന്റെ ശാരീരിക സാഹചര്യങ്ങൾ അസ്വസ്ഥത ഉളവാക്കുമ്പോൾ അവന് ഉറക്കം നഷ്ടപ്പെടുന്നു. അങ്ങനെ വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യം മനുഷ്യന് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഉറക്കം കൊടുക്കുന്നു, ശാന്തത നൽകുന്നു, അവന് വിശ്രമം നൽകുന്നു എന്നൊക്കെയാണ് നമ്മൾ ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു കർത്താവും ശിഷ്യന്മാരും അക്കരയ്ക്ക് പടകിലേക്ക് പോകുമ്പോൾ യേശു കർത്താവ് അമരത്ത് തലവെച്ച് ഉറങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ വെള്ളം, അവിടെ കാറ്റ്, ചുഴലിക്കാറ്റുണ്ടാകുകയും വെള്ളം ഇരച്ച് പടകിൽ കയറുകയും അങ്ങനെ ശിഷ്യന്മാർ ഭയപ്പെടുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കും. അങ്ങനെ ശിഷ്യന്മാർ യേശു കർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് പറയുന്നു, ഞങ്ങൾ നശിച്ചു പോകുന്ന നാഥ, നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുവാൻ സാധിക്കും. അങ്ങനെ അതിശക്തമായ ചുഴലിക്കാറ്റും വെള്ളം അടിച്ച് പടകിൽ കയറിയിട്ടും യേശു കർത്താവ് അത് അറിയാഞ്ഞിട്ടല്ല, അറിയാത്ത പോലെ നടിച്ചത് ശിഷ്യന്മാർ എന്തുമാത്രം, അവരുടെ വിശ്വാസം എന്തുമാത്രമുണ്ട്, അവരെന്ത് ചെയ്യും എന്ന് കാണുവാൻ വേണ്ടിയാണ്. എന്നാൽ അവർ യേശു കർത്താവിനെ വിളിച്ചുണർത്തുന്നു. യേശു കർത്താവ് എഴുന്നേറ്റ് വന്ന് കാറ്റിനെയും കടലിനെ ശാന്തമാക്കുന്നു. അവരുടെ യാത്ര തുടർന്ന് സുഖമായി പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇന്ന് വാക്കാല വചനം കേൾക്കുന്ന പ്രിയ ദൈവവേദനന്റെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ, കാറ്റ്, കോള്, ജീവിത സാഹചര്യങ്ങളെ ആടി ഉലയ്ക്കുന്ന, ജീവന് ഭീഷണി നേരിടുന്ന പ്രയാസങ്ങളുടെ മധ്യേ നമ്മുടെ പടകിലുള്ള, നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തുണയായി നിൽക്കുന്ന കർത്താവിനെ വിളിച്ചുണർത്തി ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടുവാനും എല്ലാത്തിനും ഒരു ശാന്തത ലഭ്യമാകുവാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലെ 6-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കും, അപ്പോസ്തലനായ പത്രോസിനെ ഹെരോദാവ് ജനത്തിന്റെ മുമ്പിൽ നിർത്തി വിസ്തരിച്ച് കൊല ചെയ്യുവാൻ ആഗ്രഹിച്ചതിന്റെ തലേ രാത്രിയിൽ താൻ ഉറങ്ങുന്ന ഒരു അനുഭവം നമുക്കവിടെ കാണുവാൻ സാധിക്കും. 2 ചങ്ങലകളാൽ ബന്ധിച്ച് 2 പടയാളിയുടെ നടുവിൽ തന്നെ ഇരുത്തിയിരിക്കുമ്പോൾ നാളെ തന്നെ വിചാരണ ചെയ്ത് വധിക്കുവാൻ പോവുകയാണ്. അത് നന്നായി അറിയാവുന്ന പത്രോസ് അത് കണ്ട് ഭയപ്പെട്ട് ഉറങ്ങാതിരിക്കുകയല്ല, എന്ത് സംഭവിക്കുന്നു ഭയപ്പെട്ട് ആകുല ചിന്തകളോട് ഇരിക്കുകയല്ല. കർത്താവിലുള്ള വിശ്വാസത്തെ തന്നെ സ്നേഹിച്ച കർത്താവ് ഈ വിപത്തിൽ നിന്ന് തന്നെ വിടുവിക്കുമെന്ന് തനിക്കറിയാമായിരുന്നു. എന്നാൽ നമുക്കറിയാം, പത്രോസിന്റെ ജീവിത അനുഭവത്തിൽ ലാസ്റ്റ് സംഭവിക്കുന്നത് തന്നെ രക്തസാക്ഷിയാവുമായിരുന്നു, തന്നെ വധിക്കുകയായിരുന്നു. എന്നാൽ അത് ദൈവത്തിന്റെ സമയമായപ്പോൾ അതിനായി ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ജീവിതത്തിലെ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിൽ തന്നെ വിടുവിക്കുവാൻ ദൈവത്തിന് സഹായിക്കുവാൻ കഴിയും. വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും കർത്താവിനെ തള്ളിപ്പറയാതെ വിശ്വാസത്തോടെ മുന്നേറുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിലെ ഈ 2 അനുഭവങ്ങൾ ഒരു പാഠമായിരിക്കട്ടെ. യേശു കർത്താവ് കാറ്റും കോളും വളരെ ശക്തമായി അടിച്ചപ്പോൾ, ചുഴലിക്കാറ്റ് അടിച്ചപ്പോൾ പടകിൽ കിടന്ന് ഉറങ്ങുവാൻ ഇടയായിത്തീർന്നത് താൻ ദൈവമായതുകൊണ്ടാണ്. തനിക്ക് അതിനെ ശാസിക്കാനുള്ള കരുത്തുള്ളത് കൊണ്ടാണ്. അതിനുള്ള സ്തോത്രം. അങ്ങനെ ആ സാഹചര്യങ്ങളെ ശിഷ്യന്മാർക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ പത്രോസ് താൻ വധശിക്ഷയ്ക്ക് വിധേയപ്പെടാൻ പോകുമ്പോഴും താൻ ഭയമില്ലാതെ പടയാളിയുടെ നടുവിൽ കിടന്ന് ഉറങ്ങുവാൻ ഇടയായിത്തീർന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. കർത്താവിലുള്ള വിശ്വാസത്തിൽ, അചഞ്ചലമായ വിശ്വാസത്തിൽ നാം മുന്നേറുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ശാന്തതയും സ്തോത്രം, സുഖമായ ഉറക്കവും നന്മകളും നൽകുവാൻ ദൈവം സഹായിക്കും. കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങുവാൻ ദൈവം നമ്മെ സഹായിച്ചില്ല. ഈ പ്രഭാതത്തിൽ ദൈവത്തിൽ കൂടുതലായി വിശ്വസിക്കാം, ധൈര്യപ്പെടാം, കർത്താവിനായി സമർപ്പിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്ന വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ ഞങ്ങളുടെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത സാഹചര്യങ്ങൾ നേരിടുന്ന എല്ലാ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വിടുവിച്ച് ശാന്തത നൽകി അനുഗ്രഹിക്കപ്പെട്ട ജീവൻ നൽകിയാട്ടും മകത്തും കർത്താവ് എടുത്തായിട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.